ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്. ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരകളിലൂടെ വീണ്ടും നിങ്ങളെ സന്ധിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പ്രോത്സാഹനമല്ലാതെ നിങ്ങളോട് നന്ദി പറയുകയാണ്. നാം ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യം 3-ാം അധ്യായം 11-ാം വാക്യമാണ്. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിക്കുകയും അരുത്. ഈ നമ്മളൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഉപദേശം നമുക്ക് കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്തവർ നമ്മൾ അല്ലേ. അവിടെ നമ്മുടെ നന്മയ്ക്കാണ് അവർ പറയുന്നതെങ്കിൽ പോലും അത് കേൾക്കുവാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാകാറില്ല. അതേസമയം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യും. എന്നാൽ ചില ശാസനകളെ, ചിലർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളെ നമ്മൾ അവഗണിച്ച് പോകരുത് എന്നുള്ളത് മനസ്സിലാക്കും. ഇനി മറ്റു നിലയ്ക്ക് പറഞ്ഞാൽ, നമ്മൾ തിന്മയ്ക്കായി പറയുന്ന ചില ആലോചനകളെ നമ്മൾ തിരസ്കരിക്കുകയും വേണം. നമ്മൾ നന്മയ്ക്കായി പറയുന്നതിനെ അനുസരിക്കുമ്പോൾ തന്നെ നമ്മൾ തിന്മയ്ക്കായി പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ളതായ ആലോചനകളെ നമ്മൾ ഒഴിവായി പോകുന്നില്ലെങ്കിൽ നമ്മൾ ചില അപകടങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നത് യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിക്കരുത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം നമ്മെ ചിലപ്പോൾ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തു വന്നേക്കാം. നാം നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ, നാം നമ്മുടെ മക്കളെ ശാസിക്കുന്നത് പോലെ പിതാവായ ദൈവം നമ്മെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ അത് നമ്മുടെ നാശത്തിനല്ല. എന്താണ്? നമ്മുടെ നന്മയ്ക്കാണ്, ഉയർച്ചയ്ക്കാണ്, അഭിവൃദ്ധിക്കാണ്, അനുഗ്രഹത്തിനാണ് തിരിച്ചറിയാൻ കഴിയണം. അതിനെ തിരസ്കരിച്ച് ഒരിക്കലും പോകരുത്. ആ തിരസ്കരിച്ച് പോകുമ്പോൾ നമുക്കത് നഷ്ടത്തിന് കാരണമായി തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ശിക്ഷിക്കുമ്പോഴും അതെൻ്റെ ഗുണീകരണത്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് പിറുപിറുക്കാതെ, നിരാശപ്പെടാതെ, വിശ്വാസത്തെ പിന്തിരിഞ്ഞു പോകാതെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങളെല്ലാവരും ദൈവം സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.